module 2. So the first section is differentials and linear approximations. Differentials and linear approximations. Approximations എന്ന് പറഞ്ഞാൽ what do you mean by approximation? So I can say 2.999 is approximately equal to 3. അതിനാണ് നമ്മൾ approximation എന്ന് പറയുക. Exactly equal to 3 അല്ല, but approximately equal to 3. Okay? അപ്പോൾ ചില റിയൽ ലൈഫ് പ്രോബ്ലത്തിലൊക്കെ നമുക്ക് എക്സാക്റ്റ് വാല്യൂ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളങ്ങനെ വാല്യൂ എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു എക്സാക്റ്റ് വാല്യൂ കിട്ടില്ല. ബട്ട് വി നീഡ് ടു അപ്രോക്സിമേറ്റ്. ഓക്കെ, അപ്പം ആക്ച്വൽ എക്സാക്റ്റ് വാല്യൂ ആയിട്ടൊരു ചെറിയ വ്യത്യാസം ഉണ്ടാകും. അതിനെ നമ്മൾ എറർ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ 3 ഇട്ടിട്ട് പ്രൊസീഡ് ചെയ്യുന്നതിന് പകരം അപ്രോക്സിമേറ്റ് അല്ലെങ്കിൽ പോട്ടെ, നമുക്ക് ആക്ച്വൽ വാല്യൂ 2.999 സംതിങ് ആണ്. സോ നമ്മൾ ആ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നതിന് പകരം അപ്രോക്സിമേറ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ ദർ വിൽ ബി സം ഡിഫറൻസ് അല്ലേ. ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ എറർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ബിഫോർ ഗോയിങ് ടു സി വാട്ട് ഈസ് എറർ ആൻഡ് ഓൾ, അല്ലെങ്കിൽ എറർ എസ്റ്റിമേഷനൊക്കെ, ലെറ്റ്സ് സി വാട്ട് ഈസ് ഇൻക്രിമെൻറ്റ്സ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ടോപ്പിക്. സോ സപ്പോസ് എക്സ് ബി എ വേരിയബിൾ ക്വാണ്ടിറ്റി, അതായത് എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആണ്. ആൻഡ് എക്സ് ചേഞ്ചസ് ഫ്രം x1 ടു x2. എക്സിൻ്റെ ചേഞ്ച് എന്ന് പറയുന്നത് x1 ടു x2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻക്രിമെൻറ്റ് ഓഫ് എക്സ്, ഇൻക്രിമെൻറ്റ് ഇൻ എക്സ്, അതായത് ഇൻക്രിമെൻറ്റ്, അത് അറിയാമല്ലോ നിങ്ങൾക്ക്. ഇൻക്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ് അല്ലേ, ഒരു ചെറിയ വ്യത്യാസം. അപ്പോൾ ആ ഇൻക്രിമെൻറ്റ് ഇൻ എക്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഡെൽറ്റ ടി എന്നാണ്. ഈ ഒരു സിമ്പിളിനെ നമ്മൾ ഡെൽറ്റ എന്നാണ് വായിക്കാം. സോ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? x1 ടു x2 ചേഞ്ച് ചെയ്തുകൊണ്ട് ഇറ്റ് വിൽ ബി x2 മൈനസ് x1. ഈ ഒരു ഡിഫറൻസ് ആയിരിക്കും ആ ഇൻക്രിമെൻ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഫൈനൽ വാല്യൂ മൈനസ് ഇനിഷ്യൽ വാല്യൂ. ഇതിന് നമുക്ക് എങ്ങനെ പറയാം? ഫൈനൽ വാല്യൂ വിച്ച് ഈസ് യുവർ x2, ഫൈനൽ വാല്യൂ മൈനസ് ഇനിഷ്യൽ വാല്യൂ, ആദ്യം ഉണ്ടായിരുന്ന ഒരു വാല്യൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ട്രെയിൻ ഇങ്ങനെ മൂവ് ചെയ്യുകയാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് ടൈം എന്തായാലും 0 seconds ആയിരിക്കും. അതിൻ്റെ ഒരു ഇൻക്രിമെൻ്റ് എന്ന് പറയുന്നത് 10 seconds ആണ്. അപ്പോൾ ഡെൽറ്റ ടി എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 10 second മൈനസ് 0 second വിച്ച് ഈസ് 10 seconds. അപ്പോൾ അതാണ് ആ ഇൻക്രിമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതേപോലെ അപ്പോൾ ഇവിടെ നമുക്ക് വേറൊരു കാര്യം കൂടെ കിട്ടും. അപ്പോൾ ഇൻക്രിമെൻ്റ് അറിഞ്ഞാൽ ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻക്രിമെൻറ്റ് പ്ലസ് ദ ഇനിഷ്യൽ വാല്യൂ ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ തരികയാണ്, അതായത് ആ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തത് 0 സെക്കൻഡിലാണ്. സപ്പോസ് ഇതിൻ്റെ ഇൻക്രിമെൻ്റ് എന്ന് പറയുന്നത് 10 second ആണെങ്കിൽ വാട്ട് വിൽ ബി ദ ഫൈനൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ 10 സെക്കൻഡിൻ്റെ കൂടെ ആ ഇൻക്രിമെൻറ്റും കൂടെ ആഡ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ ഫൈനൽ വാല്യൂ. അപ്പോൾ ഇതേ ഒരു ഇക്വേഷനും നമുക്ക് x2 നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടല്ലേ, അതായത് ഇപ്പോൾ ഡിഫറൻസിയേഷൻ്റെ കേസിൽ നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സിനൊരു ഒരു ഫോർമുല പഠിച്ചു. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എ പ്ലസ് എച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ 2 വാല്യൂ ആണെങ്കിൽ എഫ് ഓഫ് x2 മൈനസ് എഫ് ഓഫ് x1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 എന്ന്. അപ്പോൾ ഇവിടെ ആക്ച്വലി ഇത് ഇൻക്രിമെൻറ്റ് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഡെൽറ്റ എക്സ്, പണ്ട് നമ്മൾ ഡിഫറൻസിയേഷൻ പഠിച്ച സമയത്ത് ഈ ഒരു ഡിഫറൻസിന് ഡെൽറ്റ എക്സ് എന്നും പഠിച്ചിട്ടുണ്ട്. സോ ബോത്ത് ആർ സെയിം. അതിനാണ് നമ്മൾ ഇൻക്രിമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലെറ്റ്സ് സി വാട്ട് ഈസ് ഇൻക്രിമെൻറ്റ് ഇൻ വൈ. പക്ഷേ എക്സിൻ്റെ ഇൻക്രിമെൻറ്റ് നമ്മൾ പഠിച്ചു. x1 ടു x2 ആണെങ്കിൽ ഇൻക്രിമെൻറ്റ് എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു x2 മൈനസ് x1. ഇനി സപ്പോസ് വൈയുടെ ഇൻക്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? y ഇസ് ഇൻ ടേംസ് ഓഫ് എക്സ് അല്ലേ, y ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അപ്പോൾ ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്, അതായത് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാലാണ് ആ ഫൈനൽ വാല്യൂ അല്ലേ, മൈനസ് എഫ് ഓഫ് എക്സ്. അതായിരിക്കും ഡെൽറ്റ വൈ എന്ന് പറയുന്നത്. ഓക്കെ, ഈ എക്സ് എന്ന് പറയുന്നത് ഇനിഷ്യൽ വാല്യൂ ആണ്. എക്സിൻ്റെ കൂടെ ഇൻക്രിമെൻറ്റും കൂടെ ആഡ് ചെയ്താൽ ഫൈനൽ വാല്യൂ. സോ ഫൈനൽ വാല്യൂ മൈനസ് എഫ് ഓഫ് ദാറ്റ് ഫൈനൽ വാല്യൂ മൈനസ് ദ ഇനിഷ്യൽ വാല്യൂ. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ഓർത്തിരിക്കേണ്ടത്. ഇൻക്രിമെൻറ്റ് ഇൻ എക്സ് എന്ന് പറഞ്ഞാൽ x2 മൈനസ് x1, ആൻഡ് ഇൻക്രിമെൻറ്റ് ഇൻ വൈ മീൻസ് എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. The question is, suppose that y is equal to 2x cube minus x plus 1. So you have to find delta x and delta y when first one x changes from 3 to
3.01. അതേപോലെ ബി എക്സ് ചേഞ്ചസ് ഫ്രം 3 to 2.98. ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ളൂ, ഇൻക്രീസ് തന്നെ വേണമെന്നൊന്നുമില്ല. അപ്പോൾ എ പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വി നോ ദാറ്റ് ഇൻക്രിമെൻറ്റ് ഇൻ എക്സ് ഇസ് x2 മൈനസ് x1 അല്ലേ. അപ്പോൾ ഫസ്റ്റ് കേസിൽ x2 എന്ന് പറയുന്നത് 3.01 മൈനസ് 3 വിച്ച് ഇസ് ആൻസർ ഇസ് 0.01. അപ്പോൾ ഇതാണ് ഡെൽറ്റ എക്സ് അല്ലേ. ഇനി ഡെൽറ്റ വൈ എന്ന് പറയുന്നത് ഇക്വേഷൻ നമുക്കറിയാം എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ്. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട് 2x ക്യൂബ് മൈനസ് എക്സ് പ്ലസ് 1 അല്ലേ. വൈ വാല്യൂ തന്നെയാണ്. ഇതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x ക്യൂബ് മൈനസ് എക്സ് പ്ലസ് 1. ആൻഡ് വാട്ട് ഈസ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്? എക്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, എക്സ് ചേഞ്ചസ് ഫ്രം ദാറ്റ് അല്ലേ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഫൈനൽ വാല്യൂ മൈനസ്, സോ എഫ് ഓഫ് ഫൈനൽ വാല്യൂ മൈനസ് എഫ് ഓഫ് ഇനിഷ്യൽ വാല്യൂ. അപ്പോൾ എഫ് ഓഫ് ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത് തന്നിട്ടുണ്ടല്ലോ, എക്സിൻ്റെ ചേഞ്ച് തന്നിട്ടുണ്ട് 3 to 3.01. അപ്പോൾ ഇതാണ് ഫൈനൽ വാല്യൂ, ഇതാണ് ഇനിഷ്യൽ വാല്യൂ. അപ്പോൾ എഫ് ഓഫ് 3.01 മൈനസ് എഫ് ഓഫ് 3 ചെയ്താൽ യു വിൽ ഗെറ്റ് ദി ആൻസർ. അപ്പോൾ എന്ത് ചെയ്യണം? എഫ് ഓഫ് 3.01 എന്ന് പറഞ്ഞാൽ 2 into 3.01 ക്യൂബ്, ഇതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. എഫ് ഓഫ് എക്സിന് പകരം 3.01 കൊടുക്കണം, മൈനസ് 3.01 പ്ലസ് 1, അതായിരിക്കും നിങ്ങളുടെ എഫ് ഓഫ് 3.01 മൈനസ് ഇനി 3 കൊടുക്കണം, 2 into 3 ക്യൂബ് മൈനസ് 3 പ്ലസ് 1 ബ്രാക്കറ്റിൽ. ഓക്കെ, ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 0.53180. അപ്പോൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കണം. സോ ദിസ് ഈസ് ദി ആൻസർ. ആൻഡ് ഇതുപോലെ സെക്കൻഡ് പാർട്ടും ചെയ്യണം. അപ്പോൾ സെക്കൻഡ് പാർട്ടിൽ ബി പാർട്ടിൽ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ചേഞ്ച് ഫ്രം 3 to 1 ആണ്. അപ്പോൾ ഫൈനൽ വാല്യൂ അവിടെ 2.98, ഇനിഷ്യൽ വാല്യൂ ഇസ് 3. സോ ആൻസർ ഇസ് മൈനസ് 0.02. അപ്പോൾ ഇൻക്രിമെൻ്റ് എന്ന് പറയുന്നത് നെഗറ്റീവാണ് ഇവിടെ, അതായത് ഡിക്രീസ് ആണ് ശരിക്കും. ഇനി ഡെൽറ്റ വൈ എന്ന് പറയുന്നത് ഇതേപോലെ ഫൈനൽ വാല്യൂ എഫ് ഓഫ് 2.98 മൈനസ് എഫ് ഓഫ് 3 ചെയ്താൽ മതി. സെയിം ഫാഷൻ യു വിൽ ഗെറ്റ് ദി ആൻസർ ആസ് മൈനസ് 1.052816. So this is how we find the increment in x as well as increment in y. Okay. Now the next topic is differentials. Differentials എന്ന് പറഞ്ഞാൽ we already know. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് just I'll explain how the formula came. So suppose we have a curve like y is equal to f of x. Okay. Now P is a point. Now we have, അപ്പോൾ പിയിലൂടെ പോകുന്നൊരു ടാൻജൻറ്റ് ലൈൻ വരച്ചു. ഓക്കെ, നൗ വാട്ട് ഐ ഡിഡ് ഇസ് ഇവിടെ നിന്നൊരു ട്രയാങ്കിൾ ഞാൻ കൺസ്ട്രക്ട് ചെയ്തു. ഓക്കെ, നൗ ദിസ് പോയിന്റ് ഇസ് ആർ. സോ വെൻ ഐ കാൽക്കുലേറ്റ് തീറ്റ ഐ വിൽ ഗെറ്റ് ടാൻ തീറ്റ അല്ലേ. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റൻറ്റ് സൈഡ്. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് എക്സിൻ്റെ ചേഞ്ച് ആണ് അല്ലേ. ഈ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇൻക്രിമെൻറ്റ് ഓഫ് എക്സ് ആണ്, അതിന് ഞാൻ ഡെൽറ്റ എക്സ് എന്ന് വിളിച്ചു. ഈ ഒരു ഡിസ്റ്റൻസ് വെർട്ടിക്കൽ ലൈന്, അതായത് ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, ചേഞ്ച് ഇൻ വൈ ആണ്, അതിനെ നമ്മൾ ഡി വൈ എന്ന് വിളിച്ചു. ആക്ച്വലി ഇതാണ് ഡി വൈ. അപ്പോൾ നിങ്ങൾ ഡെൽറ്റ വൈ എന്താന്ന് പറഞ്ഞാൽ ഈ കർവിൽ നിന്ന് ഈ വ്യത്യാസമായിരിക്കും, നമ്മുടെ ഫംഗ്ഷൻ്റെ കർവില്ലേ അതിൽ നിന്നുള്ള വ്യത്യാസമാണ് ആക്ച്വലി ഡെൽറ്റ വൈ. പക്ഷെ നമ്മൾ എടുക്കുന്നത് ഈ ഒരു ട്രയാങ്കിളിൽ മാത്രമായതുകൊണ്ടാണ് നമ്മൾ ഡെൽറ്റ വൈ എന്ന് എടുത്തിരിക്കുന്നത്, അല്ല ഡി വൈ എന്ന് എടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ടാൻ തീറ്റ എടുക്കുന്ന സമയത്ത് വി വിൽ ഗെറ്റ് ഓപ്പോസിറ്റ് സൈഡ് വിച്ച് ഇസ് ഡി വൈ ബൈ ഡെൽറ്റ എക്സ്. അപ്പോൾ അവിടെ നിന്ന് യു വിൽ ഗെറ്റ് ഡി വൈ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ഇൻറ്റു അല്ലെ ടാൻ തീറ്റ ഇൻറ്റു ഡെൽറ്റ എക്സ് അല്ലേ. സോ ഡി വൈ ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ബട്ട് ഇറ്റ് ഈസ് ആക്ച്വലി എഫ് ഡാഷ് ഓഫ് എക്സ് അല്ലേ, ഡെറിവേറ്റീവ് തന്നെയാണ് ടാൻ തീറ്റ എന്ന് പറയുന്നത്. സോ എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ്. അപ്പോൾ ഇതാണ് ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത്. സോ സപ്പോസ് യു ഹാവ് എ ക്വസ്റ്റ്യൻ ടു ഫൈൻഡ് ദ ഡിഫറൻഷ്യൽ, there you have to find dy which is f dash of x into delta x. അപ്പോൾ ഇൻക്രിമെൻ്റ് ആണെങ്കിൽ, അപ്പോൾ നമ്മൾ രണ്ട് കാര്യം പഠിച്ചു. ഇൻക്രിമെൻറ്റ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് x2 മൈനസ് x1, അതുപോലെ ഡെൽറ്റ വൈ എന്ന് പറയുന്നത് ആക്ച്വലി എഫ് ഓഫ് x2 ഫൈനൽ വാല്യൂ മൈനസ് എഫ് ഓഫ് x1. ഇത് തന്നെയാണ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ്. അപ്പോൾ ഇൻക്രിമെൻറ്റ് ഇൻ വൈ ചോദിച്ചാൽ ഈ ഒരു ഫോർമുല. ഡിഫറൻഷ്യൽ എന്ന് ചോദിച്ചാൽ, അപ്പോൾ ഡിഫറൻഷ്യൽ തന്നെ രണ്ട് രീതി ചോദിക്കുക. ഡിഫറൻഷ്യൽ ഇൻ എക്സ്,
ഡിഫറൻഷ്യൽ രണ്ടെണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ ഡിഫറൻഷ്യൽ ഡി എക്സ് ആണ് ചോദിക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് സെയിം ആസ് ഡെൽറ്റ എക്സ്. കാരണം ഇവിടെ നിന്ന് ആ വ്യത്യാസം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഡി വൈ, ഇത് തന്നെയാണ് ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ഡി വൈ, ഇൻക്രിമെൻറ്റ് ഇൻ എക്സ്. പക്ഷേ ഇൻക്രിമെൻറ്റ് ഇൻ വൈ മാത്രം വ്യത്യാസമുണ്ട്. ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ ഇത്രയും ഡിസ്റ്റൻസ് വരും, ഡി വൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്ലോട്ട് ചെയ്ത ഈ ഒരു ഡിസ്റ്റൻസേ വരുള്ളൂ. അപ്പോൾ ഡി എക്സ് ചോദിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ സിംപ്ലി റൈറ്റ് ഡെൽറ്റ എക്സ് വിച്ച് ഇസ് ദ ഇൻക്രിമെൻറ്റ്, എക്സ് ടു മൈനസ് എക്സ് വൺ തന്നെയാണ്. ബട്ട് ഡി വൈ ഇസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് ആണ് ഡിഫറൻഷ്യൽ. ഓക്കെ, അതും ഓർത്തിരിക്കണം, കാരണം പ്രോബ്ലത്തിൽ ഈ ടേം ആയിരിക്കും തരിക. അപ്പോൾ ഇൻക്രിമെൻറ്റും ഡിഫറൻഷ്യലും തിരിഞ്ഞു പോകരുത്. ഓക്കെ, ഇനി നമുക്ക് അതേ ക്വസ്റ്റ്യൻ തന്നെ, നമ്മൾ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെ ചെയ്ത് നോക്കാം. y ഇസ് ഈക്വൽ ടു 2x ക്യൂബ് മൈനസ് എക്സ് പ്ലസ് 1. അപ്പോൾ അതിൽ നമ്മൾ ഇൻക്രിമെൻറ്റും ഇൻക്രിമെൻറ്റ് ഇൻ എക്സ് ആസ് വെൽ ആസ് ഇൻക്രിമെൻറ്റ് വൈ വി ഹാവ് ഓൾറെഡി കാൽക്കുലേറ്റഡ്. നൗ സപ്പോസ് വി ഹാവ് ടു ഫൈൻഡ് ദി ഡിഫറൻഷ്യൽസ്. ഓക്കെ, ഡിഫറൻഷ്യൽസ് ഇൻ വൈ. അപ്പോൾ ഡി വൈ ആണ് കണ്ടുപിടിക്കേണ്ടത് വിചാരിക്കുക ഈ ഒരു ക്വസ്റ്റ്യനിൽ. കൺസിഡർ ദി ഇക്വേഷൻ y ഇസ് ഈക്വൽ ടു 2x ക്യൂബ് മൈനസ് എക്സ് പ്ലസ് 1. സോ യൂസ് ദ ഡിഫറൻഷ്യൽ ഡി വൈ ടു അപ്രോക്സിമേറ്റ് ഡെൽറ്റ വൈ. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് യു ഹാവ് ടു ഫൈൻഡ് ഡി വൈ ആൻഡ് ടു അപ്രോക്സിമേറ്റ് ഡെൽറ്റ വൈ, അതായത് ഡെൽറ്റ വൈ ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ഡെൽറ്റ വൈ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ആണ്. ആൻഡ് ആ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടുപിടിച്ചത് ഇറ്റ് വാസ് ഡെൽറ്റ വൈ വാസ് എത്രയായിരുന്നു, 0.5318 ഫസ്റ്റത്തത് കേട്ടോ, 3 to 3.01 ഇതായിരുന്നു. അതിന് നമുക്ക് ഇത് വെച്ചിട്ട് ഒന്ന് അപ്രോക്സിമേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ യു വിൽ ഗെറ്റ് dy. Yeah, dy is the equation is dy is equal to f dash of x into delta x അല്ലേ. അപ്പോൾ dy is equal to what is f dash of x, 6x square minus 1, that is f dash of x into delta x. and xൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് x equal to 3 ആണ്. ഇവിടെ x എന്ന് പറയുന്നത് 3 ആണ്. പിന്നെ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എന്താണ്, ഡി എക്സ് തന്നെയാണ് അല്ലേ. ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ഡി എക്സ് വിച്ച് ഇസ് എക്സ് ടു മൈനസ് എക്സ് വൺ, ദാറ്റ് ഇസ് 3.01 മൈനസ് 3 വിച്ച് ഇസ് 0.01. അപ്പോൾ ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന സമയത്ത് എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വാല്യൂ ആണ് എക്സിൻ്റെ വാല്യൂ കേട്ടോ. സോ ക്വസ്റ്റ്യനിൽ തരുന്ന ഇനിഷ്യൽ വാല്യൂ തന്നെയാണ് എക്സിൻ്റെ വാല്യൂ. ആൻഡ് അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ 6 ഇൻറ്റു 3 സ്ക്വയർ മൈനസ് 1 ഇൻറ്റു 0.01. ദി ആൻസർ ഇസ് 0.53. ഓക്കെ, അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്. ഡെൽറ്റ വൈ എന്ന് പറയുന്നത് എക്സാക്ട്ലി ഡി വൈ അല്ല, ബട്ട് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഡി വൈ ആണ്. സോ ബട്ട് ഡി വൈ ഇസ് 0.53. അപ്പോൾ ആക്ച്വൽ വാല്യൂ നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട് 0.5382. അപ്രോക്സിമേറ്റ് വാല്യൂ ഇസ് 0.53. അപ്പോൾ ഇതേപോലെ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനും ചെയ്ത് നോക്കാം. കാരണം അവിടെ നമുക്ക് ഒരു ചേഞ്ച്, അതായത് ബി പാർട്ട് തന്നിട്ടുണ്ട്. y is equal to again 2x cube minus x plus 1 and x changes from 3 to 2.98 ആണ്. അപ്പോൾ അവിടെ x equal to 3 ആണ്. f dash of x നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, 6x minus 1. So here also dy is equal to f dash of x which is 6x square minus 1 into ഡെൽറ്റ എക്സ്. പക്ഷേ ഇവിടെ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് 2.98 മൈനസ് 3 ആണ്, ദാറ്റ് ഈസ് മൈനസ് 0.2 അല്ലേ, മൈനസ് 0.02. Now that is equal to 6 into 3 square minus 1 into 0.02 and there is a negative. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ you will get it as minus 1.06. Okay, and we know that delta y is approximately equal to dy which is equal to minus 1.06. and മറ്റേ പ്രോബ്ലത്തിൽ we got it the answer as 562816. This is the exact value by the formula x plus delta x minus f of x. ഈ ഒരു ഫോർമുല ഡയറക്റ്റ് എക്സാക്റ്റ് ഫോർമുല വെച്ചിട്ട് നമുക്ക് കിട്ടിയത് ഈ ആൻസർ ആണ്. അപ്രോക്സിമേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് minus 1.06. and you can see it's very close അല്ലേ, it is actually close. So that is the question. and ഇതേ പാറ്റേണിലുള്ള ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ is there. Yes, yeah, that I'll explain as ഞാൻ നിങ്ങൾക്ക് ആ രണ്ട് ക്വസ്റ്റ്യൻസ് എക്സാമ്പിൾ 3 ആൻഡ് എക്സാമ്പിൾ 4
അത് രണ്ടും ഞാൻ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് തരാം. അല്ലെങ്കിൽ ഐ ജസ്റ്റ് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വേണ്ട, ഞാനതിൻ്റെ നോട്ട്സ് തരാം. എന്നിട്ട് ഐ എക്സ്പ്ലെയിൻ ഹൗ ദേ ആർ ആക്ച്വലി കാൽക്കുലേറ്റിംഗ് ഇറ്റ്. ഓക്കെ, ഹോപ്പ് ഇറ്റ് ഈസ് ഫൈൻ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. താങ്ക് യു.